വിവിധ പ്രവാസി മലയാളി സംഘടനകളുടെ പ്രതിനിധികൾ കൊച്ചിയിൽ യോഗം ചേർന്ന് യുണൈറ്റഡ് പ്രവാസി അലയൻസ് എന്ന പേരിൽ ഏകോപന സമിതി രൂപീകരിച്ചു. കേന്ദ്ര ബഡ്ജറ്റിൽ പ്രവാസി ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിക്കാൻ കേരളത്തിൽ നിന്നുമുള്ള എംപിമാർ ശക്തമായി ഇടപെടണമെന്നും യോഗം ആവശ്യപ്പെട്ടു. തുടക്കത്തിൽ 25ലധികം സംഘടനകൾ യോഗത്തിൽ പങ്കെടുത്തു. കൂടുതൽ സംഘടനകളെ ഉൾക്കൊള്ളിച്ച് സമിതി വിപുലമാക്കാനും ജില്ലാ നിയോജക മണ്ഡലം തലത്തിൽ പ്രാദേശിക സംഘടനകളെ കൂടി ഉൾപ്പെടുത്തി പ്രവർത്തനം വിപുലമാക്കാനും തീരുമാനിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. ഉടമയുടെ വിഹിതം ലഭിക്കാത്ത ക്ഷേമനിധി ബോർഡാണ്. അതുകൊണ്ട് തന്നെ CSR ഫണ്ടുകൾ വിവിധങ്ങളായ മേഖലകളുണ്ട്. പ്രവാസികളുടെ പണം നിക്ഷേപിക്കുന്ന ബാങ്കുകളുണ്ട്, പ്രവാസിക്ക് പണം നിക്ഷേപിക്കുന്ന ഇൻഷുറൻസ് കമ്പനികളുണ്ട്, പ്രവാസിയെ ഉപയോഗിക്കുന്ന ട്രാവൽ ഏജൻസികളുണ്ട്, നമ്മളുടെ പണം വാങ്ങുന്ന എയർപോർട്ടുകളുണ്ട്. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ CSR ഫണ്ട് വാങ്ങുന്നതിന് നമ്മുടെ ക്ഷേമനിധിയോടുള്ള വ്യവസ്ഥ ഉപയോഗിക്കണം. പക്ഷെ ഒരു പക്ഷം പിടിച്ച് പക്ഷം തളരാതെ ഇച്ഛാശക്തിയുള്ള ഈ ഒരു ഓർഗനൈസേഷന് അതിൻ്റെ എല്ലാവിധ നന്മകളും ഉൾക്കൊണ്ടുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ നന്മകൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ചാൽ ഞാൻ ആണയിട്ട് പറയും, ഈ ഒരു ഓർഗനൈസേഷൻ എല്ലാ രീതിയിലും ഇന്റർനാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു തുടക്കം കുറിക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറാനുള്ളത്. ഒരു നല്ല സംരംഭം തുടങ്ങുവാൻ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും കാണിച്ച ഒരു മനസ്സ് ഗൾഫ് മലയാളി റിട്ടേൺ അസോസിയേഷൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഞാൻ അഭിനന്ദിക്കുന്നു. എല്ലാവരുടെയും കൂടെ ഒരു കൂട്ടായ്മയിൽ പ്രവാസികൾക്ക് ഇന്ന് കിട്ടുന്നതിലും നല്ല രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രയോജനങ്ങൾ ഉണ്ടാകാൻ ഉതകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഈ വരുന്ന സംസ്ഥാന ബജറ്റിൽ ഇടതുമുന്നണി വാഗ്ദാനമായ പ്രവാസി പെൻഷൻ 5000 രൂപയായി വർദ്ധിപ്പിക്കണമെന്നും ദുരിതകാലത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞ് തിരികെ വന്ന 60 വയസ്സ് കഴിഞ്ഞ പ്രവാസികൾക്ക് പെൻഷൻ നടപ്പാക്കണമെന്നും പ്രവാസികാര്യ വകുപ്പിനുള്ള ബജറ്റ് വിഹിതം 2000 കോടി രൂപയായി വർദ്ധിപ്പിക്കണമെന്നും യോഗത്തിൽ ആവശ്യപ്പെട്ടു. കേന്ദ്ര ബജറ്റിൽ പ്രവാസി ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിക്കാൻ കേരളത്തിൽ നിന്നുള്ള എംപിമാർ ഇടപെടണമെന്നും യോഗം ആവശ്യപ്പെട്ടു. പുതിയ ഭാരവാഹികളായി ദിനേശ് ചന്ദന പ്രവാസി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സുനിൽ ഖാൻ, ജനതാ പ്രവാസി സെന്റർ സലീം പള്ളിവിള, പ്രവാസി കോൺഗ്രസ് പ്രേംസൻ കായംകുളം, ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമാർ ഗുലാം ഹുസൈൻ, നാഷണലിസ്റ്റ് പ്രവാസി കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ബാവിസ് വിജയൻ, ഗൾഫ് മലയാളി റിട്ടേൺസ് അസോസിയേഷൻ പൃഥ്വിരാജ് നാറാണത്ത്, പ്രവാസി ചേംബർ ഓഫ് കൊമേഴ്സ് CP രാജശേഖരൻ നായർ, അൽഹസ സൗഹൃദ കൂട്ടായ്മ സെക്രട്ടറിമാർ NC അബ്ദുൾ സത്താർ നരിക്കുനി, ട്രഷറർ തുടങ്ങിയവർ ഉൾപ്പെടുന്ന കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.